സോ മെൻസ്ട്രിയ സീരീസിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതാണ് ഡിസ്ഹോണസ്റ്റ്ലി. സെക്ഷൻ 2 ക്ലോസ് 7 നമ്മൾ ഡിസ്ഹോണസ്റ്റ് പറയുന്നത്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 കണ്ടീഷൻസ് വേണം. 1, ഒരു ആക്ട് നടന്നിട്ടുണ്ടാവണം. 2, അവിടെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവണം. നമുക്ക് റോങ്ഫുള്ളായിട്ടുള്ള ഒരു ഗെയിനോ ലോസിനോ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടാവണം. 3, നമ്മൾ ലീഗലി എൻറ്റൈറ്റിൽഡ് ആവരുത്. അതായത് സെഡിൻ്റെ വീട്ടിൽ ഒരു റിങ് ഉണ്ടായിരുന്നു, അത് സെഡിൻ്റെ റിങ്ങാണ്. അപ്പോൾ എ എന്ത് ചെയ്യാണ്, സെഡിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ഇൻറ്റൻഷനോട് കൂടിയിട്ട് ആ എൻ്റെ റിങ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, എക്ക് റോങ്ഫുൾ ഗെയിനും സെഡിന് റോങ്ഫുൾ ലോസും ആണ് ഉണ്ടാവുന്നത്. സോ അതെന്താണ്, ഡിസ്ഹോണസ്റ്റ്ലിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു റോങ്ഫുൾ ഗെയിൻ അല്ലെങ്കിൽ റോങ്ഫുൾ ലോസ് എന്ന് പറഞ്ഞു. 2 ക്ലോസ് 36 2 ക്ലോസ് 37 നമ്മളിത് പറയുന്നത്. എന്താണ് റോങ്ഫുൾ ഗെയിൻ? ഒരു പേഴ്സൺ വേറൊരാളുടെ പ്രോപ്പർട്ടി അൺലോഫുൾ മീൻസിൽ എടുത്തിട്ടുണ്ടാവണം. ഒരിക്കലും അതെന്താവരുത്, ലീഗലി എൻറ്റൈറ്റിൽഡ് ആവരുത്. റോങ്ഫുൾ ലോസ് എന്ന് പറയുമ്പോൾ ഒരാളുടെ സാധനം കളഞ്ഞു പോയതാണ്, അതൊരു അൺലോഫുൾ മീൻസിൽ കളഞ്ഞു പോയി, പക്ഷെ അതെന്താണ്, ലീഗലി എൻറ്റൈറ്റിൽഡ് ആണ്. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കാവുന്നതാണ്. അടുത്തതാണ് ഗെയിനിങ് റോങ്ഫുള്ളി അല്ലെങ്കിൽ ലൂസിങ് റോങ്ഫുള്ളി. ഗെയിനിങ് റോങ്ഫുള്ളി എന്ന് പറയുന്നത് ഒരാൾ റോങ്ഫുള്ളായിട്ട്, അതായത് അൺലോഫുള്ളായിട്ട് വേറൊരാളുടെ പ്രോപ്പർട്ടി അക്വയർ ചെയ്തിട്ടുണ്ടാവും. ലോസ്റ്റ് റോങ്ഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പ്രോപ്പർട്ടി റോങ്ഫുള്ളായിട്ട് ഡിപ്രൈവ്ഡ് ആയിട്ട് പോയിട്ടുണ്ടാവും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ലാസ്റ്റ് വണ്ണാണ് ഫ്രോഡുലൻ്റ്ലി. 2 കണ്ടീഷൻസാണ്. ആക്ട് നടന്നിട്ടുണ്ടാവണം, അവിടെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവണം. എന്തിനുള്ള ഇൻറ്റൻഷൻ ആയിരിക്കണം, വേറൊരാളെ ഡിഫ്രോഡ് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ ആയിരിക്കണം. So stay updated and don't forget to subscribe. Thank you.